ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും ഒരു 10 സെൻറ്റൻസസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ് ഉൾപ്പെട്ടിട്ടുള്ള 10 സെൻറ്റൻസസ്. സോ നമ്മൾ അതിനകത്ത് എററൊക്കെ സ്പോട്ട് ചെയ്തിട്ട് ആ സെൻറ്റൻസസിനെ കറക്റ്റ് ചെയ്യാം. അപ്പം ഇനി നിങ്ങളും ആ സെൻറ്റൻസസ് പറയുമ്പോൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. സോ കൃഷ്ണ. Okay. First question. Does she has a car? ഓക്കെ, ഡസ് ഷീ ഹാസ് എ കാർ എന്ന് നമ്മൾ ആളുകൾ പറയാനുള്ള മെയിൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നത് ഹീൻ്റെയും ഷീൻ്റെയും കൂടെ നമ്മൾ എപ്പോഴും ഹാസ് യൂസ് ചെയ്ത് നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡസ് ഷീ ഹാസ് എ കാർ എന്ന് ചോദിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 2 വേർബ് ഉണ്ട് അല്ലേ. ഒന്ന് നമ്മുടെ ഹെൽപ്പിംഗ് വേർബ് വിച്ച് ഇസ് ഡസ്. ഓക്കെ, ഡൂനെ നമ്മൾ ഡസ് ആക്കി ഓൾറെഡി. ഇവിടെ നമ്മൾ ഹാവ് യൂസ് ചെയ്യേണ്ടത് ഡസ് ഷീ ഹാവ് എ കാർ എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം നമ്മളിവിടെ ഹാവ് യൂസ് ചെയ്യുന്നത് മെയിൻ വേർബായിട്ടാണ്. നമ്മുടെ ഇയാൾക്ക് കാർ ഉണ്ട് എന്ന് കാണിക്കാനുള്ള ആ ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ പൊസഷൻ, അങ്ങനെ ഒരു സാധനം ഇയാളുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളവിടെ ഹാവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിതിനെ ഡസ് ഷീ ഹാസ് എ കാർ എന്ന് പറയാതെ ഡസ് ഷീ ഹാവ് എ കാർ എന്ന് ചോദിക്കുന്നത്. ഓക്കെ Okay. Next question. I ate my breakfast today morning. Okay. So, see, when you say today morning, it doesn't make sense because today morning, ഇന്നത്തെ ഫുൾ ഡേനെയാണ് നമ്മൾ ടുഡേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ടുഡേ മോർണിംഗ് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ മതി. മോർണിംഗ് തന്നെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പറഞ്ഞൂടെ ദിസ് മോർണിംഗ് എന്ന്. ഓക്കെ, ടുഡേയുടെ ആവശ്യമേ അവിടെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സെൻറ്റൻസ് എങ്ങനെ പറയും കൃഷ്ണ? I ate my breakfast this morning. Yes. Okay. Okay. Next question. What is the time in your watch? Okay. It's actually what is the time by your watch because ഒരാളുടെ വാച്ചിലെ ടൈം അല്ല നമ്മൾ ചോദിക്കുന്നത്. ലൈക്ക് ഇറ്റ്സ് ടൈം ആസ് എൻ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സാധനമാണ്. സോ യു ഡോണ്ട് ലൈക്ക് സ്പെസിഫിക്കലി ബി ലൈക്ക് വാട്ട് ഇസ് ദ ടൈം ഇൻ യുവർ വാച്ച്. ആൻഡ് സോ ഇറ്റ് ഈസ് What is the time by your watch? Yes. Okay. By and all. Okay. yeah. The next question. She is married with an engineer. Okay. See, we are getting married to a person. Okay, so അവിടെ to someone ആണ് വരുന്നത്. All right. So she is married to an engineer, not with an engineer. Okay. Yeah, that's all. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. We can't use with at all. Yeah. ഒരു ഇൻസ്റ്റൻസ് പറയാൻ പറ്റും. She is married with. No. There's no sentence like that at all. Okay. Next. Next is I live in US. I live in the US. കാരണം unlike countries like India, US എന്നൊക്കെ പറയുന്നത് is a United States of America എന്നല്ലേ. Okay, so they are like a group of countries, so we say the US. Okay, And that's the same for UK as yeah well. yeah so I live in the US. Okay. All right. Next is I came to school by walk. I came to school by foot. Okay, yeah. അതിന് പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നടന്നു വന്നു നമ്മൾ പറയുന്നുവെങ്കിലും നമ്മൾ ബസ്സിൽ വന്നു എന്നാണെങ്കിൽ ബൈ ബസ് എന്ന് പറയും, നടന്നു വന്നു എന്നാണെങ്കിൽ ബൈ ഫൂട്ട് എന്ന് പറയും. ഓക്കെ, സോ യാ. Okay. Next question. I has a car. No, because it's a rule that you can't use has with I. You use has with she, he പോലുള്ള nouns. Okay, not with Singular ആണെങ്കിൽ അതെ സിംഗുലർ സബ്ജക്ട്സ്. ഓക്കെ, നോട്ട് വിത്ത് ഐ പോലത്തെ. ഐ മീൻ വിത്ത് ഐ ഇറ്റ്സ് ഓൾവേസ് ഹാവ്. അത് ഓർത്താൽ മതി. ഐയുടെ കൂടെ എപ്പോഴും ഹാവ് ആയിരിക്കും, നോ മാറ്റർ വാട്ട്. ഐയുടെ കൂടെ ഒരിക്കലും ഹാസ് വരില്ല. ഓക്കെ, സോ ഐ ഹാവ് എ കാർ. Next question. Each of the plates are broken. ഈച്ച് ഓഫ് ദ പ്ലേറ്റ്സ് എന്ന് പറയുമ്പം അവിടെ ഓരോ പ്ലേറ്റിനെയാണ് നമ്മൾ പറയുന്നത്. അതെ, അതുകൊണ്ട് നമ്മൾക്ക് അവിടെ 6 വരില്ല, പകരം എസ് ആണ് വരുന്നത്. ഓക്കെ, സോ ഈച്ച് ഓഫ് ദ പ്ലേറ്റ്സ് ഇസ് ബ്രോക്കൺ. Okay. Next question. Stop watching my personal journal. Stop not watching. Watching is something that you like watch on TV. Like നമ്മുടെ ഫ്രണ്ടിൽ അതെ, നമ്മുടെ ഫ്രണ്ടിലൊരു ഒബ്ജക്റ്റ് ഉണ്ടായിട്ട് നമ്മൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നതിനെയാണ് നമ്മൾക്ക് വാച്ചിങ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ വാച്ചിങ് TV. ഓക്കെ, പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ജസ്റ്റ് ലൈക്ക് ഒരു സാധനം എടുത്ത് നോക്കുന്നതന്നെയാണ്. അതുകൊണ്ട് നമ്മളവിടെ ലുക്ക് എന്നുള്ള വേർബ് യൂസ് ചെയ്യും. ഓക്കെ, സോ സ്റ്റോപ്പ് ലുക്കിംഗ് ഇൻ ടു മൈ personal journal and don't do that at all. Okay.
Yeah. All right. So next question. I have visited Niagara Falls last week. Okay. First of all, this is past tense. Okay. So I visited can be there, but not the have. Why? Because നമുക്ക് വേണമെങ്കിൽ പറയാം I have visited Niagara Falls എന്ന് പറയാം. പക്ഷെ then you're not supposed to mention the time. Okay. ഒരു സ്പെസിഫിക് ടൈം അതെ, ഇവിടെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഹാവ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ സിംപ്ലി സേ, മേക്ക് ഇറ്റ് സിമ്പിൾ പാസ്റ്റ്, ആൻഡ് യു ക്യാൻ സിംപ്ലി സേ ഐ വിസിറ്റഡ് നയാഗ്ര ഫോൾസ് ലാസ്റ്റ് വീക്ക്. Okay, so that was last That was the last question. Oh, okay. All right. So, അപ്പം ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു കോണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവർക്ക് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മൾ ഇങ്ങനത്തെ കോണ്ടൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾസോ നമ്മൾ ഇംഗ്ലീഷ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കോഴ്സിനെ പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ജോയിൻ അവർ ഫാമിലി. So that's all for today's video. Until we see again next time, this is Aksa Abraham. This is Krishna. Signing off from English Mithra. Yeah, bye-bye. Bye. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.